നമസ്കാരം. നോയിഡിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 18ാം ലോക്സഭയിലേക്കുള്ള പകുതിയിലധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് പൂർത്തിയായി. പക്ഷേ 3 ഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയനിഴലിൽ നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ ദുര്യോഗമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാണാൻ കഴിയുന്നത്. സുതാര്യമായി കുറ്റമറ്റ രീതിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് രീതിയെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞാണ് 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. 24 മണിക്കൂറിനകം പുറത്തുവിടാൻ കഴിയുന്ന വിവരമാണ് 1.5 ആഴ്ച കഴിഞ്ഞ് പുറത്തു വരുന്നത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. 1ാം ഘട്ടത്തിൽ 66.14%, 2ാം ഘട്ടത്തിൽ 66.71% ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വോട്ടിംഗ് നിരക്ക്. 1ാം ഘട്ടം കഴിഞ്ഞ് പുറത്തുവിട്ട താൽക്കാലിക കണക്ക് പക്ഷേ 60%. എന്നാൽ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നതിൽ വലിയ അന്തരമുണ്ടായിരിക്കുന്നു എന്നത് വലിയ അസ്വാഭാവികത തോന്നിക്കുന്ന ഒന്നാണ്. കൂടാതെ ഓരോ മണ്ഡലത്തിലും വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് പുറത്തുവിടാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടുമില്ല. 2014 വരെ തെരഞ്ഞെടുപ്പ് നടന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശതമാനക്കണക്ക് പുറത്തു വന്നിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം 284 സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി 259 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രത്യേകത മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ബിജെപി മാറ്റിപ്പിടിച്ചു എന്നതാണ്. വികസനവും നാരീശക്തിയും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ബിജെപി 3ാം ഘട്ടമെത്തിയതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് വീണ്ടും വർഗീയ പ്രചരണങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് നൽകുമെന്ന മോദിയുടെ പച്ച വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. കോൺഗ്രസ് പാകിസ്ഥാന് പ്രേമലേഖനം എഴുതുകയായിരുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ട് പതിവ് പാകിസ്ഥാൻ വിരുദ്ധ കാർഡും മോദി കളത്തിലിറക്കി. ഹിന്ദുത്വ വർഗീയ കാർഡ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ ബിജെപി പ്രതീക്ഷ വച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് കർണാടക. സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളെ കോളേജിൽ വെച്ച് സഹപാഠി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ലവ് ജിഹാദ് ആണെന്ന തരത്തിൽ ബിജെപി വലിയ പ്രചരണം നടത്തിയിരുന്നു. മതം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നിരിക്കെ ഇതിനോടൊക്കെ കണ്ണടയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വ്യാപകമായി ചട്ടലംഘനം നടന്നിട്ടും കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നുമില്ല. ഗാന്ധിനഗറിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ വ്യാപകമായി ബിജെപിയുടെ കൊടികളും തോരണങ്ങളും കെട്ടി അലങ്കരിച്ചിരുന്നു. വെലാജ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ പരസ്യമായി ബിജെപി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു വോട്ടർമാരെ. ബിജെപിക്ക് വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ വിട്ട് പുറത്തു പോകില്ല എന്നായിരുന്നു വോട്ടർമാരോടുള്ള ഭീഷണി. വഡോദരയിൽ പലയിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടർമാരുടെ പേര് അപ്രത്യക്ഷമായി. അങ്ങനെ ആകെ മൊത്തം തെരഞ്ഞെടുപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന തോന്നലിനിടയിലാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വത്തിന്റെ ആശങ്ക കൂടി പങ്കുവയ്ക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായേ മതിയാകും.